ഹായ് ഹലോ. അപ്പം ഇന്ന് നമ്മൾ ലൈവിൽ വീഡിയോ എടുത്തതാണ്. പക്ഷേ അത് റെക്കോർഡ് ചെയ്തത് എന്തോ എററായിപ്പോയി. പിന്നെ നമ്മൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല എന്ന്. അപ്പോൾ എന്തായാലും ആ എൻട്രി എടുത്തതിൻ്റെ എന്തുകൊണ്ടാണ് ആ ഒരു എൻട്രി എടുത്തത്, എന്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് അവിടെ ഫിക്സ് ചെയ്തു, എന്തുകൊണ്ട് ടാർഗറ്റ് അവിടെ ഫിക്സ് ചെയ്തു, ഓക്കെ. അപ്പോൾ ആ ഒരു വ്യൂ ആണ് നമ്മളിവിടെ പറയുന്നത്, നമ്മുടെ ആ ഒരു സ്റ്റഡി പ്രകാരമുള്ള എൻട്രി സെറ്റപ്പിൻ്റെ വ്യൂ. ഓക്കെ. അപ്പോൾ ഡെയിലിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിഫ്റ്റി എന്തായിരുന്നു ഓവറോൾ ലോവർ ഹൈ ലോവർ ലോയിൽ മാർക്കറ്റ് താഴത്തോട്ട് വന്നുകൊണ്ടിരുന്നതാണ് ഡൗൺ ട്രെൻഡിൽ. അതുപോലെ മാർക്കറ്റ് ഇങ്ങനെ ഒരു പാറ്റേണിലുമായിരുന്നു. ഇവിടെ ഒരു ഹൈ വെച്ചു, ഇവിടെ ഒരു ഹൈ വെച്ചു. അപ്പോൾ അടുത്ത മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈയിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും റിജക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ട്രെയിൽ ലൈനിൻ്റെ സ്റ്റഡി പ്രകാരം. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴും അത് തന്നെയാണ്. ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ ഒരു സപ്പോർട്ട്. അപ്പോൾ അവിടെയും ഹൊറിസോണ്ടലായിട്ട് സപ്പോർട്ട് വരാതെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ ആ 2 പോയിൻ്റ് കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തു വെച്ചു. അപ്പോൾ ഇത് ആ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ സ്റ്റഡി അവിടെ നമ്മൾ ചെയ്തിട്ടിരുന്നതാണ്. പിന്നെ നേരെ നമ്മൾ ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് 1 ഹവറിൽ മെയിനായിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ മാർക്ക് ചെയ്യുക, എന്നിട്ട് 5 മിനിറ്റിൽ വന്നിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്തായിരുന്നു കാണാൻ പറ്റുന്നത്, മാർക്കറ്റ് മുകളിൽ നിന്ന് ഇങ്ങനെ ലോവർ ഹൈ ലോവർ ലോയിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാതെ ചാർട്ടിൽ പോയി ചാടിക്കയറി ട്രേഡ് എടുക്കാതെ ആ ഒരു വ്യൂ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ട്രേഡ് പ്ലാൻ ചെയ്യുക. അല്ലാതെ എവിടെയെങ്കിലും കയറി ബൈ അടിക്കുകയോ എവിടെയെങ്കിലും കയറി സെല്ല് ചെയ്യുകയോ അങ്ങനെ ഒന്നുമല്ല. ഈ ഒരു വ്യൂ നമ്മൾ മനസ്സിലാക്കണം. മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ലോവർ ഹൈ ലോവർ ലോയിൽ മാർക്കറ്റ് താഴത്തോട്ടാണോ വന്നുകൊണ്ടിരുന്നത്, അതോ ഹയർ ഹൈ ഹയർ ലോയിൽ മാർക്കറ്റ് മുകളിലോട്ടാണോ പൊയ്ക്കൊണ്ടിരുന്നത്, അതോ ഇനി മാർക്കറ്റ് സൈഡ് വേസ് ആയിട്ട് നിന്നിട്ട് അങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരുന്നത്. ഓക്കെ. ഈ 3 രീതിയിലായിരിക്കും മാർക്കറ്റ് എപ്പോഴും സഞ്ചരിക്കുന്നത്. ഹയർ ഹൈ ഹയറിലോ ലോവർ ഹൈ ലോവറിലോ, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ചെന്നിട്ട് സൈഡ് വേസ് ആവും. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാം, ഈ ഒരു ഏരിയയിൽ നോക്കുമ്പോൾ ഇവിടെ അവസാനത്തെ ഹൈക്ക് മേളിൽ മാർക്കറ്റിന് കയറാൻ പറ്റണം. അവസാനത്തെ ഹൈ വരെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ മേളിൽ നിന്ന് ലോവർ ഹൈ ലോവർ ലോയിൽ വന്നപ്പോൾ ഇവിടെ അവസാനത്തെ ഒരു ഹൈ എവിടെയാണ് വരുന്നത്, ഒരു ബൈയും പ്രഷർ നടന്ന ഏരിയ നോക്കുക. താഴത്ത് വന്നു, ഇവിടെ വന്നിട്ട് കണ്ടില്ലേ, ഒരു ബൈയും പ്രഷർ നടന്നതുകൊണ്ടാണ് ഇവിടെ കുറേ റിജക്ഷൻ ക്യാൻഡിലുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ബൈയും പ്രഷർ പോയി തിരിച്ച് താഴത്ത് വന്നു. ഓക്കെ. ഇനിയിപ്പോൾ തിരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ആ അവസാനത്തെ ഹൈക്ക് മേളിൽ മാർക്കറ്റിന് കയറാൻ പറ്റണം. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഈ ഒരു 1 ഹവർ ടൈം ഫ്രെയിമിൽ ഒരു സപ്ലൈ ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിട്ടു. 1 ഹവറിൽ സപ്ലൈ ഏരിയ മാർക്ക് ചെയ്തിട്ടു. അത് നമ്മൾ 15 മിനിറ്റിലോ 5 മിനിറ്റിലോ ഒക്കെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഹൈയുടെ ഇമ്പോർട്ടൻസ്. കണ്ടില്ലേ, ഇവിടുന്ന് താഴെ വന്നിട്ട് നല്ലൊരു ബൈയും പ്രഷർ വന്നിട്ട് അവസാനത്തെ ലോയിനെ കട്ട് ചെയ്തൊരു ഹൈ ആയിരുന്നു. ഈ ഒരു അവസാനത്തെ ലോയിനെ കട്ട് ചെയ്ത ഹൈ. അപ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ ആ ഒരു ഏരിയ നല്ലൊരു സപ്ലൈ ഏരിയ ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലെവലിൽ നോക്കി വെച്ചിട്ട് 5 മിനിറ്റിൽ വന്നിട്ട് എൻട്രി എടുത്തത്. ഇനി 5 മിനിറ്റിൽ വന്നിട്ട് എൻട്രി എടുക്കാനുള്ള റീസൺ എക്സാക്റ്റ് ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് വന്നിട്ട് ഒരു ഡോജി ക്യാൻഡിലും അല്ല, ഒരു സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിലെന്നാണ് അതിന് പറയുന്നത്. ചെറിയൊരു ബോഡിയും മേളിലും താഴെയും വെക്ക് വരുന്ന ക്യാൻഡിലിനെ നമ്മൾ സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ കൂടെ എടുത്തിട്ടാണ് ഞാൻ ആ ട്രേഡ് പ്ലാൻ ചെയ്തത്. എനിക്ക് SL അവിടെ ചെറുതുമായിരുന്നു വരുന്നത്. കാരണം ഈ ഒരു ഹൈക്ക് മേളിൽ മാർക്കറ്റ് ഒരു സ്ട്രോങ് ഒരു 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് വെച്ചാൽ ഞാൻ എൻ്റെ SL കൊടുക്കും. അപ്പോൾ SL അവിടെ ഫിക്സഡ് ആയിരുന്നു. ഓക്കെ. പിന്നെ ഇനി എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്, മാർക്കറ്റ് മേളിൽ നിന്നും താഴെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവൽ തന്നെയാണ്. കാരണം ഇന്നലത്തെ ലോ. ഓക്കെ. പക്ഷേ ആ ലോയ്ക്ക് ഇനി വരണമെന്നുണ്ടെങ്കിൽ ഈ അവസാനത്തെ ലോയിനെ മാർക്കറ്റ് കട്ട് ചെയ്ത് താഴെ വരണം. ഈ ഒരു ലോയ്ക്ക് താഴത്ത് വരണം. കാരണം ഹയർ ഹൈ ഹയർ ലോയിൽ പോകുമ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നു, ഒരു ലോ വെച്ചു, തിരിച്ച് കയറാൻ നോക്കി, ഒരു ലോ വെച്ചു. അപ്പോൾ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറിയ ലോ ഇതാണ്. ഓക്കെ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റിന് വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ മാർക്കറ്റിനെ റൈഡ് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ മേളിൽ നിന്ന് എൻട്രി എടുത്തു, ആ ലോ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റിന് വരാൻ പറ്റി, ക്യാൻഡിൽ ഒന്ന് ക്ലോസ് വെച്ച് വരാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരിക്കലും ലോവർ ഹൈ ലോവർ ലോയിൽ വരുമ്പോൾ മാർക്കറ്റ് ഒരിക്കലും ഇതുപോലെ അവസാനത്തെ ലോയിലേക്ക് വരരുത്. അപ്പോൾ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസിന് റൈഡ് ചെയ്തു. ഇവിടെ വന്നിട്ട് ഒരു ബൈയും പ്രഷർ ഞാൻ സ്റ്റോപ്പ് ലോസിന്
ഇവിടെ വന്നിട്ടാണ് ഒരു ബൈയിങ് പ്രഷർ വന്നിട്ട് മാർക്കറ്റ് ആ ഒരു ലോയിനെ കട്ട് ചെയ്തത്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ആ ഒരു ഹൈക്ക് മേളിൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഹൈയിൽ മേളിൽ വെച്ച സ്റ്റോപ്പ് ലോസിനെ ഞാൻ ഇവിടെ വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറിയാലും എനിക്ക് അവിടെ ലോസ് വരത്തില്ല, ചെറിയൊരു പ്രോഫിറ്റ് തന്നെയായിരിക്കും ഞാൻ ഇറങ്ങുന്നത് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ. അത് അവസാനത്തെ ലോയിനെ കട്ട് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് വന്ന് പുതിയൊരു ലോ വെച്ചു. ഓക്കെ, പുതിയൊരു ലോ വെച്ചു. അപ്പോൾ മാർക്കറ്റ് പിന്നെ വരുന്നത് എങ്ങനെയാണ്? അവസാനത്തെ ഹൈക്ക് മേളിൽ പോകാതെ വരികയാണെങ്കിൽ ലോവർ ഹൈ ലോവർ ലോയിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു ലോയിനെ കട്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ മെയിൻ ടാർഗറ്റിനെ ഇവിടെ ഫിക്സ് ചെയ്തു, ഈ ഒരു ഇന്നലത്തെ ലോ തന്നെ. അപ്പോൾ ആ ഒരു ലോയ്ക്ക് വന്നാലും ഒരുപാട് പേര് ഇന്നലെയൊക്കെ ബൈ എടുത്തവർ അതിന് താഴത്ത് SL ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെയൊക്കെ. അപ്പോൾ ഇന്ന് ആ താഴത്ത് വന്നിട്ടാണ് അവരുടെയൊക്കെ ആ ഒരു SL എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറിയത്. ഇത് ലിക്വിഡിറ്റി കളക്ട് ചെയ്യാമെന്ന് പറയും. ഓക്കെ, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ലിക്വിഡിറ്റി എവിടെ നിന്നൊക്കെ എടുക്കാം, അവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കാം എന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ടാർഗറ്റ് ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഞാൻ അവിടെ ഫിക്സ് ചെയ്തു. പിന്നെ മേളിൽ നിന്ന് താഴത്തോട്ട് വന്നപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് റൈഡ് ചെയ്തായിരുന്നു. കാരണം മേളിൽ ഇവിടെ വെച്ച സ്റ്റോപ്പ് ലോസിനെ ഓരോരോ വലിയ റെഡ് ക്യാൻഡിലിൻ്റെ വലിയ സെല്ലിങ് ക്യാൻഡിലിൻ്റെ മേളിൽ ഞാൻ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്തു. കാരണം എനിക്ക് പിന്നെ തിരിച്ചു വന്ന പ്രോഫിറ്റ് പിന്നെ ലോസ് ആവരുത്. അതുകൊണ്ടാണ് ഈ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ റൈഡ് ചെയ്യുന്നത്. ഒരിക്കലും അത്രയും വലിയൊരു പ്രോഫിറ്റിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിനെ ലോസ് കൊടുക്കാൻ നിൽക്കില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് അവസാനം ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായ ഒരു ഏരിയ ഉണ്ട്, ഈ ഒരു ഏരിയ. ഓക്കെ, ഇവിടെ വന്നിട്ട് ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായി. തിരിച്ച് താഴത്ത് വന്ന് തിരിച്ച് കയറാൻ നോക്കിയപ്പോൾ വീണ്ടും എൻ്റെ സ്റ്റോപ്പ് ലോസിനെ കൊണ്ടുവന്ന് ആ ഒരു ഏരിയയിൽ ഞാൻ കീപ്പ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ തിരിച്ചത് താഴത്ത് അതേ ലെവലിൽ വന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴേ ഞാൻ എക്സിറ്റ് ചെയ്ത് മാറി, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി. അതായിരുന്നു ഇന്നത്തെ എൻട്രി പ്ലാൻ. അപ്പോൾ ആ ഒരു ഒറ്റ എൻട്രി ഇന്ന് എടുത്തോളൂ. നിഫ്റ്റിയിൽ അത് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചാർട്ട് നോക്കാനേ നിന്നില്ല, ഓവർ ട്രേഡൊന്നും ചെയ്യാൻ നിന്നില്ല. ഒരു ദിവസം മാക്സിമം 1, 2, 3 ട്രേഡ്, അതിൽ കൂടുതലും. അത് ആദ്യത്തെ ട്രേഡ് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഒരു ട്രേഡും കൂടെ നോക്കും. ആദ്യത്തെ ട്രേഡ് ലോസ് വന്നാലും വീണ്ടും ഒരു ട്രേഡും കൂടെ നോക്കും. ഓവർ ട്രേഡൊന്നും ചെയ്യാൻ നിൽക്കത്തില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യുകയും ചെയ്യില്ല. നമ്മളെപ്പോഴും എൻട്രി എടുക്കുന്ന സമയത്ത് ഈ ഒരു ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ നോക്കിയിട്ടൊക്കെ വേണം ട്രേഡ് പ്ലാൻ ചെയ്യാൻ. നമുക്ക് നല്ലൊരു വ്യൂ എന്തായാലും ഇതിനകത്തുണ്ടായിരിക്കും. പിന്നെ ഇവിടുന്ന് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാമായിരുന്നു. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ആ സമയത്തില്ലായിരുന്നു ചാർട്ടിൻ്റെ മുമ്പിൽ. ഇത് നമ്മുടെ സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, മാർക്കറ്റ് അവസാനത്തെ ഹൈക്ക് മേളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ഡബിളി പാറ്റേണോ ഏതെങ്കിലും മിക്കവാറും ഒരു ഡബിളി പാറ്റേൺ ആയിട്ടായിരിക്കും ക്രിയേറ്റ് ആവുന്നത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു ഡബിളി പാറ്റേൺ ആയിരുന്നു കഴിഞ്ഞ ദിവസം. ഓക്കെ, ഇവിടെ വന്നിട്ട് ഒരു ഡബിളി പാറ്റേൺ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പണായി. തിരിച്ചു വരുമ്പോൾ ആ ഒരു ഡബിളി പാറ്റേണിൻ്റെ ഹൈ തന്നെ സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാം. ഇത് നമ്മുടെ സ്റ്റുഡൻസിന് മനസ്സിലാവും. ഓക്കെ, കാരണം ഇവിടെയായിരുന്നു അവസാനത്തെ ഒരു ഹൈ എന്നുള്ളത്. ആ വിക്ക് മുതൽ ബോഡി വരെ നമ്മൾ മാർക്ക് ചെയ്തിട്ടേക്കണം അവസാനത്തെ ഹൈ. അതൊരു ഡബിളി പാറ്റേൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ മേളിലാണെങ്കിൽ ഒരു എം പാറ്റേൺ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഡബിളി പാറ്റേൺ. അപ്പോൾ ഈ ഡബിളി പാറ്റേണിൻ്റെ ഹൈനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് താഴത്ത് വന്നു കഴിഞ്ഞാൽ ആ ഡബിളി പാറ്റേണിൻ്റെ ഹൈ തന്നെ സപ്പോർട്ടാവാം, മേളിലോട്ട് പോകാം. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ ഒരു ബൈ എന്ന് നോക്കാമായിരുന്നു. ഓക്കെ, മേളിൽ ചെന്നാലും അതുപോലെ തന്നെയാണ്. നമുക്ക് ഒന്നുകിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പോലെ വരാം, അല്ലെങ്കിൽ മേളിൽ ഒരു എം പാറ്റേൺ പോലെ വരാം. അത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെ ഇന്നത്തെ എൻട്രി ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ അതായിരുന്നു. പിന്നെ നിങ്ങൾ ചാർട്ടിൽ മെയിനായിട്ടും ഈ ഒരു കാര്യം നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഏത് ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ, ഇത് നല്ല രീതിയിൽ. അത് വന്നതിന് ശേഷം എന്ത് സംഭവിക്കാം, അവസാനത്തെ ഹൈ കട്ട് ചെയ്താൽ പിന്നെ എന്ത് സംഭവിക്കാം, അവസാനത്തെ ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കാം, ഈ മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, ഇതിനെയാണ് നമ്മൾ ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇങ്ങനെ മേളിലോട്ട് തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരാതെ
ഹൈനെ കട്ട് ചെയ്ത് ഇങ്ങനെ കയറുമ്പോൾ ഇതാണ് ഹയർ ലോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഹയർ ലോയിൽ പോകുന്ന മാർക്കറ്റിൽ എപ്പോഴും നമ്മൾ ബൈയെ ശ്രമിക്കാവൂ. അതുപോലെ ലോവർ ഹൈ ലോയിൽ വരുന്ന മാർക്കറ്റിൽ നമ്മൾ കൂടുതലും സെല്ലിനെ ശ്രമിക്കാവൂ. ഓക്കെ, അവിടെ ആയിരിക്കും നമുക്ക് കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടുന്നത്. ട്രെൻഡിൻ്റെ കൂടെ പോകുമ്പോഴായിരിക്കും കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ വന്നത് എങ്ങനെയാണ്? തിരിച്ച് ലോവർ ലോയിലാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്ന മാർക്കറ്റിൽ ഏറ്റവും കൂടുതലും നമ്മൾ താഴത്തോട്ടുള്ള ട്രേഡിനായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഇങ്ങനെയുള്ള ഈ പാറ്റേൺസ് നിങ്ങൾ മെയിനായിട്ട് ഇത് ഏത് ടൈം ഫ്രെയിമിൽ, ഇനി ഹയർ ടൈം ഫ്രെയിം ഡെയിലിയിലായിക്കോട്ടെ, വീക്കിലിയിലായിക്കോട്ടെ, 1 ഹവറിലായിക്കോട്ടെ, 5 മിനിറ്റിലായിക്കോട്ടെ, നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കിയത്. ഇനി 1 മിനിറ്റിലാണെങ്കിൽ പോലും ഈ ഹയർ ലോ, ലോവർ ലോ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ ഇതെല്ലാം വർക്കിംഗ് ആണ്. ഈ ലോകത്തിലെ ഏത് ചാർട്ടിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോയിട്ട് ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ഫോറക്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിപ്റ്റോയിലായിക്കോട്ടെ, ഏതിൽ വേണമെങ്കിലും എല്ലാത്തിലും ഇതേ രീതിയിൽ ഒന്നുകിൽ ഹയർ ലോയിൽ പോവും, അല്ലെങ്കിൽ ലോവർ ലോയിൽ വരും, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരിടത്ത് സൈഡ് വേസ് ആവും. ഇതേ രീതിയിലാണ് ലോകത്തുള്ള എല്ലാ ചാർട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നടക്കുന്ന കുറച്ച് ക്യാൻഡിലുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കുറച്ച് സൈക്കോളജിയും മറ്റുള്ളവർ എന്ത് ചിന്തിക്കാം, അല്ലെങ്കിൽ ബയ്യും പ്രഷർ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ അവിടെ നല്ല ബയ്യും പ്രഷർ ഉണ്ടോ, അതോ സെല്ലിംഗ് പ്രഷർ ആണോ, ഇനി സെല്ലിംഗ് പ്രഷർ കുറയുന്നുണ്ടോ, ബയ്യും പ്രഷർ കൂടുന്നുണ്ടോ, ഇതൊക്കെ ഒന്നറിഞ്ഞ് കുറച്ച് സൈക്കോളജി, മറ്റുള്ളവർ ട്രേഡ് എടുത്തിരിക്കുന്ന ഏരിയയ്ക്ക് താഴത്ത് അല്ലെങ്കിൽ മുകളിലൊക്കെ ലിക്വിഡിറ്റികളുണ്ടാവും, SL വെച്ചിട്ടുണ്ടായിരിക്കും. ആ SL എടുക്കാൻ വരുമ്പോൾ എന്ത് സംഭവിക്കാം, അങ്ങനെയുള്ള കുറച്ച് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഹയർ ലോ, ലോവർ ലോ ഇത് നമ്മൾ നല്ല വൃത്തിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു 100-ൽ 80% ഓക്കെയാണ്. പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ചാർട്ട് നോക്കി വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി, ഒരേ ഒരു എൻട്രി നമ്മൾ എടുത്തോളൂ. ആ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമ്മൾ റെക്കോർഡ് ചെയ്തത് എന്തോ എററായിപ്പോയി. നമ്മൾ എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്തതിന് ശേഷം നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് റെക്കോർഡ് ആയിട്ടില്ലെന്ന്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം നിങ്ങൾക്ക് ചാർട്ടിൽ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റഡിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് പോയി ഒന്ന് കണ്ടാൽ മതി. യൂട്യൂബിൽ ഹയർ ലോ, ലോവർ ലോ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ, ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു വട്ടം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പോയി ഒന്ന് കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് നല്ലൊരു സ്റ്റഡി മെത്തേഡ് തന്നെയാണ്. ലോകത്തുള്ള എല്ലാ ചാർട്ടും സഞ്ചരിക്കുന്നത് ഇതേ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് കൊടുത്തേക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.